3 ദിവസമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് സമാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോൺക്ലേവിൽ ഉയർന്നുവന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ വിഷൻ ഡോക്യുമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി ആർ ബിന്ദുവിന് നൽകി പ്രകാശനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവായ ഉദ്യമ 1.0-യിൽ വ്യാവസായിക രംഗത്തെ പുരോഗതിക്കനുസൃതമായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ചർച്ചയായി. തൊഴിൽ സേനയ്ക്ക് സഹായകമാകുന്ന നൈപുണ്യം വിദ്യാർത്ഥികളിലെത്തിക്കാൻ കോൺക്ലേവിലൂടെ സാധിച്ചെന്നാണ് വിലയിരുത്തൽ. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംരംഭകരും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിപ്പിക്കാനും നൂതന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള അക്കാദമിക പഠന ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാനും കോൺക്ലേവിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലോകത്താകെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലും സാങ്കേതിക രംഗത്തും ചടുലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. മുൻപൊക്കെ വിദ്യാഭ്യാസം വേറെ തൊഴിൽ വേറെ എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കൂടുതൽ മേൽക്കൈ ഉണ്ടാവുകയാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും അവർക്ക് താല്പര്യമുള്ള തൊഴിൽ മേഖലയുമായി ബന്ധപ്പെടാൻ കഴിയണം. അതിനുള്ള സാധ്യതകളുടെ വഴി തുറക്കും ഇത്തരം കോൺക്ലേവുകൾ. കോൺക്ലേവിലൂടെ ഉയർന്നുവന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് തയ്യാറാക്കിയ വിഷൻ ഡോക്യുമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി ആർ ബിന്ദുവിന് നൽകി പ്രകാശനം ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.